ഹലോ. ഉബൂദിലെ പാലസ് കാണാൻ പോയപ്പോൾ അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള കാഴ്ച ഞങ്ങൾ കാണുകയുണ്ടായി. അതായത് ബാലിയിൽ തനത് കലാരൂപമായിട്ടുള്ള കച്ചപ്പ് ഡാൻസ് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അടിപൊളി കാഴ്ചയും അതുപോലെ തന്നെ മറ്റ് കലാരൂപങ്ങളായിട്ടുള്ള ബരോങ്, ലഗോൺ തുടങ്ങിയിട്ടുള്ള ആർട്ട് ഫോമിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡിൽ പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ബാലി യാത്രയിലാണ് കേട്ടോ. നമ്മൾ ബാലിയിൽ വന്നിട്ട് ഇത് 4ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് പുലർച്ചെ തന്നെ നമ്മൾ മൗണ്ട് ബത്തൂർ സൺറൈസ് ട്രക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. റൂമിൽ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് കാഴ്ചകൾ കാണാൻ തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം 200 വർഷം പഴക്കമുള്ള ഇവിടുത്തെ രാജാക്കന്മാർ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ ബാലി സീരീസ്. ഉബൂദിൽ നമ്മൾ താമസിച്ചതിന് തൊട്ടടുത്ത് തന്നെ വാക്കബിൾ ഡിസ്റ്റൻസിലാണ് കേട്ടോ ഈ ഒരു പാലസ് ഉള്ളത്. നമ്മളപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ 2 ദിവസമായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവിടേക്ക് ഫ്രീ എൻട്രി ആണുള്ളത്. പക്ഷെ നമ്മൾ വൈകുന്നേരം വരുന്ന സമയത്ത് ഇവിടെ കച്ചപ്പ് ഡാൻസ് അതുപോലെയുള്ള ആർട്ട് ഫോമുകളൊക്കെ ഷോ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടേക്ക് ഏകദേശം 1 ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പി കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ മാത്രമായിരുന്നു ആ ഒരു സമയത്ത് കടക്കാൻ പറ്റിയിരുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ കണ്ട ജംഗ്ഷനില്ലേ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് ടാക്സികളും ബൈക്കുകളൊക്കെ കിട്ടും നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ തന്നെ പാലസിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കാനായിട്ട് ഈ പാലസിലേക്ക് കടക്കാണ്. ഈ ഒരു ഭാഗത്താണ് വൈകുന്നേരങ്ങളിൽ കച്ചപ്പ് ഡാൻസുകളും മറ്റ് ബറോങ്, ലഗോങ് തുടങ്ങിയിട്ടുള്ള ആർട്ട് ഫോമുകളൊക്കെ നടക്കുന്നത്. ഈവനിങ്ങിലാണ് ആ ഒരു ഷോയൊക്കെ നടക്കുന്നത് കേട്ടോ. നമ്മൾ പാലസിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഇവിടെ 3-4 മണ്ഡപങ്ങളുണ്ട്. അതിലിരുന്ന് ആൾക്കാർ എന്തോ ചെയ്യുന്നത് കണ്ടു. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അത് ഷൂട്ട് ചെയ്യാനാണ് പോയത്. ഇത് എന്താണെന്ന് വെച്ചാല് ബാലിനീസ് സംസ്കാരത്തിലെ മെയിൻ ഡാൻസ് ഫോമാണ് കച്ചപ്പ് ഡാൻസ്. അതിന്റെ പല വകഭേദങ്ങളുണ്ട്. ആ ഒരു ആർട്ട് ഫോമിലേക്ക് വേണ്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും നിർമ്മിക്കുന്ന പരിപാടിയിലാണ് കേട്ടോ ഈ ഒരു ചേട്ടന്മാരെ ഏർപ്പെട്ടിരിക്കുന്നത്. ഒരു റെഡ് ക്ലോത്തിൽ ഗോൾഡൻ മെറ്റീരിയൽ തുന്നി പിടിപ്പിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഗോൾഡൻ മെറ്റീരിയൽ ധാരാളം കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഹാൻഡ് വർക്കാണ് കേട്ടോ. ഈ ഒരു ഗ്രീൻ ഷർട്ട് ഇട്ടിട്ടുള്ള ചേട്ടനാണ് അതിൻ്റെ കൊത്തുപണികളൊക്കെ ഉളിയും ചിറ്റിയും ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഈ ഒരു കൾച്ചർ പ്രോഗ്രാമിൽ ബാലിനീസ് നർത്തകർ സ്വർണ്ണ നിറം, ചുവപ്പ്, പർപ്പിൾ തുടങ്ങിയ ഊർജ്ജസ്വലമായിട്ടുള്ള നിറങ്ങളുള്ള സാരങ്ങളാണ് കേട്ടോ ധരിക്കുക. ഈ ഒരു പാലസിനുള്ളിൽ എല്ലാ ദിവസവും രാത്രി 7:30 കൾച്ചർ പ്രോഗ്രാമുകൾ ഉണ്ടാവും കേട്ടോ. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളാവും ഉണ്ടാവുക. ടിക്കറ്റ് ചാർജ് വരുന്നത് 1 ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പിയാണ് കേട്ടോ. നാട്ടിൽ ഏകദേശം 530 രൂപയോളം വരും. 1.5 മണിക്കൂറോളം വരുന്ന ഒരു കൾച്ചർ പ്രോഗ്രാം ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ഈ ഒരു പ്രോഗ്രാമിന് വരുന്നവർ 6:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തണം കേട്ടോ. കാരണം എന്താ വെച്ചാല് ഇവിടെ സ്റ്റേജും കാര്യങ്ങളൊന്നുമില്ല. സെയിം ലെവലിൽ തന്നെയാണ് ഈ പ്രോഗ്രാമുകളൊക്കെ നടക്കുക. അപ്പൊ മുന്നിൽ ഇരുന്നാലാണ് വ്യക്തമായിട്ട് നമുക്ക് കാണാനും ഷൂട്ട് ചെയ്യാനും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റുള്ളൂ. ബാലിനീസ് വാസ്തുവിദ്യയിൽ ഏകദേശം 1800-1823 കാലഘട്ടത്തിൽ നിർമ്മിച്ച കൊട്ടാരമാണ് കേട്ടോ ഇത്. 1917 ഉണ്ടായ ഭൂകമ്പത്തിൽ ഈ ഒരു കൊട്ടാരത്തിന് കാര്യമായിട്ടുള്ള തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നവീകരിച്ചു. 1928 ഇത് കൊട്ടാരത്തിന്റെ പകുതിയിലേറെ വിദേശ സഞ്ചാരികൾക്ക് കാണാനും ആസ്വദിക്കാനും വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇതിന്റെ ഒരു പോർഷനിലാണ് ഇപ്പോഴും രാജകുടുംബങ്ങൾ താമസിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ആൾക്കാര് ആർട്ട് ഫോമിന് വേണ്ട ഫേസുകൾ ഉണ്ടാക്കാണ് കേട്ടോ. തെർമോക്കോളിലാണ് ഈ ഒരു മുഖങ്ങളെല്ലാം കൊത്തിയെടുക്കുന്നത്. അതിന് മുകളിൽ പച്ച, ചുവപ്പ്, ഗോൾഡൻ കളറിലുള്ള പേപ്പറുകൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഒരു വ്യാളിയുടെ ഫേസ് ആണ് ഇപ്പോൾ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലിയിലെ വന്നു കഴിഞ്ഞ അവിടുത്തെ ജനങ്ങള് ഭൂരിഭാഗം ആണുങ്ങളുടെ വേഷം ഇതൊക്കെ തന്നെയാണ്. ടീഷർട്ടും മുണ്ടും തലയിലൊരു കെട്ടും ഉണ്ടാവും കേട്ടോ. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് ഉബൂദ് പാലസിനുള്ളിലേക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ കഴിയുന്നത്. 6 മണി മുതൽ 7:30 വരെ കൾച്ചർ പ്രോഗ്രാമിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നത് മുതൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വരും കേട്ടോ. ഈ ഒരു പാലസിലേക്ക് സന്ദർശിക്കാൻ വരുന്ന ഭൂരിഭാഗം ആൾക്കാരും ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന ഒരു ഫ്രെയിമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങളിവിടെ നിന്നിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് കൊട്ടാരത്തിന്റെ മറ്റൊരു ഭാഗത്ത് കുറച്ച് കുട്ടികളെ നമ്മുടെ കച്ചപ്പ് ഡാൻസിന്റെ ആർട്ട് ഫോം പഠിപ്പിക്കുന്നത് കാണുന്നത് കേട്ടോ. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കേട്ടോ ഡാൻസ് പഠിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് ഒരു വിദ്യാഭ്യാസത്തിന്റെ സമയം മുതലേ തന്നെ ഇവരെ ഒരു ഡാൻസ് ഫോം ഒക്കെ പഠിപ്പിച്ച് അടുത്ത തലമുറയിലേക്കുള്ള നല്ലൊരു കലാകാരന്മാരെ വാർത്തെടുക്കാനുള്ള പരിപാടിയായിരിക്കും. Laisa, 2, 3, 4, dibanting. Laisa,
1, 2, 3, 4, otot 6 otot. Baik, 1, 2, 3, 4. Mulai 1, 2, 3, 4. Bagus deh. Mulai 1, 2, 3, 4. Oke. ഒരു ആശാനും ഒരു സീനിയർ വിദ്യാർത്ഥിയും കൂടിയിട്ടാണ് കേട്ടോ 4 കുരുന്നുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ കാഴ്ചക്ക് കുറച്ചു നേരം കണ്ടു നിന്നിട്ട് പാലസിന്റെ മറ്റ് കാഴ്ചകളിലേക്ക് പോവാണ് കേട്ടോ. ഈ ഒരു മതിൽക്കെട്ടിന്റെ അപ്പുറത്താണ് കേട്ടോ രാജകുടുംബം താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മതിൽക്കെട്ടിന് അപ്പുറത്തേക്ക് പ്രവേശനം ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഒരു പാലമരം നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാലമരവും ബാലീസ് സംസ്കാരവും ഭയങ്കരമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പൂജയ്ക്കൊക്കെ എടുക്കുന്ന പുഷ്പങ്ങൾ കൂടുതൽ ഈ ഒരു പാലപ്പൂവാണ്. അതുപോലെ തന്നെ ഗസ്റ്റുകൾ വരുമ്പോൾ പല റിസോർട്ടുകളും കോട്ടേജുകളും ഒക്കെ അവരെ പാലപ്പൂവിൻ്റെ മാലയും അതുപോലെ ചെവിടും ഒക്കെ പാലപ്പൂവൊക്കെ വെച്ചിട്ടാണ് അവരെ സ്വീകരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് രാജാവിന് മറ്റുള്ള ആൾക്കാരായിട്ടുള്ള സംവാദത്തിനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും കയറാൻ പാടില്ല എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഈ ഒരു മതിൽക്കെട്ടിന്റെ അപ്പുറത്തെ സൈഡിലായിട്ട് രാജാവിനും കുടുംബത്തിനും മാത്രമായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു അമ്പലവും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ. നമുക്ക് ഇത്രയും ഭാഗമാണ് ഈ കൊട്ടാരത്തിന്റെ കാണാൻ കഴിയുക. നമ്മളപ്പോൾ തിരിച്ച് ഇറങ്ങാൻ പോവാണ് കേട്ടോ. കുട്ടികൾക്കുള്ള ഡാൻസ് ക്ലാസ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് തെർമോക്കോളിൽ ചെയ്തൊരു മുഖംമൂടി കൊണ്ടിട്ട് ഒരാൾ പോവാൻ കേട്ടോ. അപ്പോൾ ആൾ നമ്മളോട് ചോദിക്കുകയാണ് ഇത് അടിപൊളിയാണോ എന്താന്നുള്ളത്. നമ്മളങ്ങനെ ഈ ഒരു പാലസിലെ കാഴ്ചകളൊക്കെ അവസാനിപ്പിക്കാൻ കേട്ടോ. നമ്മൾ അടുത്തത് പോകുന്നത് സരസ്വതി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ഈ ഒരു കൊട്ടാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അത്. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ.